എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചാനലിലേക്ക്. നിങ്ങളുടെ മനസ്സ് മോഹിക്കുന്നവരും ശരീരം മോഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയായാലും നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഇനി നിങ്ങളവരെ സ്നേഹിച്ചില്ലെങ്കിലും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നു തിരിച്ച്. അവർ നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭൗതികവും ആത്മീയവുമായ ഒരു സമ്മിശ്രമാണ് അവരുടെ ആഗ്രഹങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ അതിൽ നിന്ന് നിങ്ങൾ കരകയറണമെന്നായിരിക്കും അവരുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ തന്നെ പ്രാർത്ഥിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നവരാണ് മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മോഹിക്കുന്നവർ. നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖവും വിഷമവും വന്നാൽ അവർക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. അവരുടെ ചിന്ത തന്നെ മാറും. നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർ ആശങ്കപ്പെടും. കാരണം അവർക്ക് നിങ്ങളുടെ സന്തോഷമാണ് വലുത്. നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കും. കാരണം അവർ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ശരീരം മോഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. അവസാനം നിങ്ങളെ വലിച്ചെറിഞ്ഞ് കളയാനാണ് അവരാഗ്രഹിക്കുന്നത്. എല്ലാം കഴിയുമ്പോൾ നിങ്ങളൊരു ശല്യക്കാരനോ ശല്യക്കാരിയോ ആയി അവരുടെ മുമ്പിൽ മാറും. പക്ഷേ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ ജീവിതാവസാനം വരെ നിങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ യാതനകൾ, വിഷമങ്ങൾ നേരിട്ട് കണ്ടു നിൽക്കാൻ പോലും ശക്തിയില്ലാത്തവരാണ് മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നവർ. നിങ്ങൾ ചതിക്കുഴികളിലും വഞ്ചനകളിലൊക്കെ പെടുമ്പോൾ കണ്ണീരണിയുന്നവർ. പ്രതികരിക്കാൻ ശക്തിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവർ. അതാണ് നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ. നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ, നിങ്ങൾക്ക് വേണ്ടി എന്നെന്നും നിലകൊണ്ടവർ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ മനസ്സുരുകിയവർ, നിങ്ങൾക്ക് മുമ്പിൽ കാട്ടിക്കൂട്ടലുകളല്ല അവർ നടത്തിയത്. നിങ്ങൾക്ക് മുമ്പിൽ അവർ അഭിനയമോ പ്രകടനങ്ങളോ അല്ല നടത്തിയത്. നിശബ്ദമായി അവർ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. ഒരവകാശവാദവും ആ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളോട് അവർ ചോദിച്ചില്ല. ഒരു നന്മയും തിരിച്ചു വേണമെന്നും അവർ ചോദിച്ചില്ല. ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളെ സ്നേഹിച്ചവരാണ് അവർ. ശരീരം ആഗ്രഹിച്ചു വന്നവർ പല നുണകളും നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ പല തെറ്റിലേക്കും ചിലപ്പോൾ അവർ കൊണ്ടുപോയേക്കാമായിരുന്നു. അവർ തെറ്റുകളിലേക്ക് നിങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോൾ കൈയൊഴിഞ്ഞു പോകും. അവർ പറഞ്ഞ വാക്കുകൾ പിന്നീട് മാറ്റി മാറ്റി പറയും. അവർ നിങ്ങൾക്കെന്നും ദുരന്തങ്ങൾ മാത്രം സമ്മാനിക്കുന്നവരായിരിക്കും. പക്ഷേ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ നിങ്ങളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പോലും അവർ തയ്യാറല്ലായിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി അവർ മറച്ചു വെച്ചു. പക്ഷേ ശരീരം ആഗ്രഹിച്ചവർ നിങ്ങൾക്ക് ദൂഷ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ നിങ്ങളെ വേദനിപ്പിക്കാനും നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കാനുള്ള കാര്യങ്ങൾ നുണയായിട്ട് തന്നെ പറഞ്ഞു. സുരക്ഷിതമായിരിക്കുന്ന നിങ്ങൾ സുരക്ഷിതമല്ല, നിങ്ങൾക്കൊരുപാട് ശത്രുക്കളുണ്ടെന്നും നിങ്ങൾക്കിനി രക്ഷയില്ലെന്നും നിങ്ങൾ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്കൊന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയവർ. തെറ്റ് നിങ്ങൾ ചെയ്യുന്നത് വരെ ചെയ്തോളൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. തെറ്റിലേക്ക് നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ ആരാ പറഞ്ഞത് ചെയ്യാൻ, ഇപ്പം അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ മാറുന്നു. ഒരു വാക്ക് പോലും അവരെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. അവരോടൊരു രഹസ്യവും പറയരുത്. കാരണം അവരോട് പറഞ്ഞ രഹസ്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഓരോ നിമിഷവും. പക്ഷേ മനസ്സിനെ ഇഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചവർ, അവരോട് നിങ്ങൾക്ക് എന്ത് രഹസ്യം വേണമെങ്കിലും പറയാമായിരുന്നു. അതിൻ്റെ ഒന്നും പേരിൽ അവർ മരിക്കുന്നത് വരെ നിങ്ങളെ ഉപദ്രവിക്കില്ല. അവരോട് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ ഭദ്രമായിരുന്നു. ഏതായാലും ഈ രണ്ട് തരം ആളുകളെ നിങ്ങൾ കാണും ജീവിതത്തിൽ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പുകൾ. ഓരോ ബന്ധങ്ങളും ഇതിലേത് കാറ്റഗറിയിൽ വരുമെന്ന് നിങ്ങൾ വെപ്രാളപ്പെട്ട് നോക്കണ്ട. ഓരോരുത്തരും നിങ്ങളോട് പറഞ്ഞ വാക്കുകളും നിങ്ങളെ ഓരോ സാഹചര്യത്തിലും അവരൊക്കെ എങ്ങനെ പരിഗണിച്ചു എന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. അതിന് നിങ്ങൾ സൂക്ഷ്മമായൊന്ന് നോക്കിയാൽ മതി. പിന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചവരെ ഒരുപാട് പേരെ നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശരീരം മോഹിച്ചു വന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത
ചരിത്രവും നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും അതുണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ, യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചവരാരാണെന്ന് കണ്ടെത്തുക. അതൊട്ടും വൈകിക്കൂടാ. നമ്മുടെ നന്മ ആഗ്രഹിച്ചവരും നമ്മുടെ തിന്മ ആഗ്രഹിച്ചവരും അവർ വളരെ വ്യത്യസ്തരാണ്. ഒരു കൂട്ടർ മറ്റു കൂട്ടരിൽ നിന്ന് വലിയ വ്യത്യാസമുള്ളവരാണ്. നമ്മൾ മനസ്സിലാക്കാതെ പോയ, നമ്മളെ ഏറ്റവും സ്നേഹിച്ച, ജീവനതുല്യം നമ്മളെ സ്നേഹിച്ചവരെ നമ്മൾ വേദനിപ്പിക്കുകയും ഹർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഓരോ നിമിഷവും നമ്മൾ നശിക്കാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു പോയതുപോലെയാകും. അത് രണ്ടും വ്യത്യാസമുണ്ട്. ആ തെറ്റിനെ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ആ സത്യാവസ്ഥ മനസ്സിലാക്കണം. അല്ലാതെ മുന്നോട്ട് പോകണ്ട. അല്ലാതെ നിങ്ങളുണ്ടാക്കുന്ന ഓരോ മുന്നേറ്റവും പിന്നോട്ടടിക്കാനാണ് സാധ്യത. മനസ്സിലാക്കുക, സ്നേഹിക്കുന്നവരെ, വെറുക്കുന്നവരെ, നമ്മളെ വഞ്ചിക്കുന്നവരെ, മനസ്സുരുക്കി നമ്മളെ സ്നേഹിക്കുന്നവരെ, ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക.